അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പാസ്പോർട്ടിൽ ഒരു വിദേശത്തിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ മുട്ടിടിച്ച് വെള്ളം കുടിച്ചാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് മെറിന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സുന്ദരനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഞാൻ മെറിനെ തിരയുകയായിരുന്നു. ദൈവമേ, നോക്കുന്ന മനുഷ്യരെല്ലാവരും ഒരുപോലെ ഇരിക്കുന്നല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ എങ്ങനെ കണ്ടുപിടിക്കും? അതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു പെൺകുട്ടി എൻ്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അവൾ ബിച്ചു ബിച്ചു എന്നും പറഞ്ഞ് എന്നെ വന്ന് കെട്ടി അങ്ങ് പിടിച്ചു. ദൈവമേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു പെൺകുട്ടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇതാരെങ്കിലും കാണുന്നുണ്ടോ? ഇതാരെങ്കിലും കണ്ടിട്ട് എൻ്റെ വീട്ടിൽ പോയി പറയുമെന്നായിരുന്നു എൻ്റെ പേടി. ഞാനൊരു മണ്ടൻ. ഞാൻ നിൽക്കുന്നത് ഫിലിപ്പീൻസിലാന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അത് മിർനയല്ല, അവളുടെ ചേച്ചിയായിരുന്നു. മിർനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് അവളുടെ ചേച്ചിക്കായിരുന്നു. ചേച്ചി എന്നോട് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ആദ്യമായി കാണുന്ന സമയത്ത് സ്നേഹത്തോടെ വന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഞാനാണെ ഒരിക്കലും ചെയ്യില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് മിർന അപ്പുറത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ചെന്നൊരു ഹായ് പറഞ്ഞു. അവൾ എന്നെ നോക്കുന്ന പോലും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും ചമ്മിപ്പോയി. എൻ്റെ സന്തോഷമൊക്കെ നിലത്ത് വീണ് ഉടഞ്ഞ പോലെ. പെട്ടെന്ന് എനിക്ക് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ. ഒരു കാര്യം ഉറപ്പായി, അവൾക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നൊരു കാര്യം ആലോചിച്ച് സമാധാനിക്കാൻ. ചെന്ന് കണ്ടപ്പോൾ തന്നെ ഒരാളെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചൊന്ന് സ്വാഗതം ചെയ്തല്ലോ. എൻ്റെ മുഖത്തും ബാറ്റമൊക്കെ കണ്ടിട്ടാവാം ചേച്ചി എന്നോട് പറഞ്ഞു, മതി മതി, ഇനി വല്ലതും കഴിച്ചിട്ടാവാം സംസാരമൊക്കെ, ഒരുപാട് ലേറ്റായി, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സി പിടിച്ചു നേരെ പാസായ് എന്ന് പറയുന്ന ബസ് ടെർമിനലിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്നും പറഞ്ഞു. ഞാനങ്ങനെ മനില എന്ന് പറയുന്ന നഗരത്തെ കാണുകയായിരുന്നു. ഫിലിപ്പീൻസ് ഒരു ചെറിയ രാജ്യമാണെങ്കിൽ കൂടിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മളെക്കാൾ എത്രയോ പടി മുമ്പിലാണെന്ന് എനിക്ക് തോന്നി. വെൽ പ്ലാനിങ്ങോട് കൂടിയാണ് ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റലായ മനിലയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡൗൺ ടൗൺ ആയ മക്കാത്തിയൊക്കെ അതീവ സുന്ദരമാണ്. അവർക്ക് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഒരു അഭിമാനിക്കാൻ ഒരു നഗരമെങ്കിലും കാണിക്കാനുണ്ട്. കേരളത്തെക്കാൾ ചെറുതായ ഈ നഗരം പോലും ഇത്രയും സുന്ദരമാക്കാമെങ്കിൽ എൻ്റെ നാട് എന്തുകൊണ്ടാണ് സുന്ദരമാകാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു സന്തോഷമില്ല. മനസ്സിൽ മുഴുവൻ ആകെ ഒരു ടെൻഷനായൊരു ഫീലുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സസ്പെൻസിൽ ഇരിക്കുകയാണ്. കുറച്ച് നേരത്തേക്കെങ്കിലും ഫിലിപ്പീൻസ് ഒരു നരകം പോലെ എനിക്ക് തോന്നി. ഞാൻ മാത്രം ചെന്ന് വിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇവളിങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും മൊബൈലിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. ആദ്യത്തെ അടി ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചോടാൻ വഴി അറിയണമല്ലോ. ഈ വഴിയും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊരു ഫിലിപ്പീൻസിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല. നമ്മുടെ കേരളത്തിലുള്ള ഏതോ ഒരു സ്ഥലത്തിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു ഫീൽ. പിന്നെ ആകെ വ്യത്യാസം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് മനുഷ്യരും അവരുടെ ഡ്രസ്സും ഒക്കെ ചെയ്യുന്ന വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയും റോഡുകളും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ മരങ്ങളും എനിക്കിവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വാഹനം കാണാനിടയുണ്ടായത്. ഇത് എന്ത് സാധനമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താ, ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ പേരാണ് ട്രൈക്കിൾ. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയുടെ അതേ പ്രവർത്തനം തന്നെ പുള്ളിക്കാരൻ ഇവിടെയും ചെയ്യുന്നത്. ഒരു ബൈക്കിൻ്റെ മേലെ ഘടിപ്പിച്ച ഒരു ചെറിയ ഒരു ഇരിപ്പിടം, അതും വഹിച്ച് പുള്ളിക്കാരൻ എങ്ങനെ മുമ്പേ പോവുകയാണ്. റോഡുകളൊക്കെ കാണാൻ വളരെ സുന്ദരമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ്സുകൾ നമ്മുടെ നാട്ടിലെ പോലെ പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ കൂടി എല്ലാ ബസ്സുകൾക്കും ഒരേ നിറമായിരിക്കും, വെളുത്ത നിറം. അതുപോലെ തന്നെ ഇവരുടെ ഡ്രൈവേഴ്സ് എല്ലാം നല്ല യൂണിഫോമൊക്കെ ചെയ്ത് വെൽ ഡ്രസ്സോട് കൂടിയാണ് ഇരിക്കുന്നത്. എല്ലാ ബസ്സിലും എയർ കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വൈഫൈക്കുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് യാത്രക്കാർക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ആ ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കാഴ്ചകളങ്ങനെ കണ്ടിരിക്കാൻ സമയം പോയത് അറിഞ്ഞില്ല. നേരം ചെറുതായിട്ട് ഇരുട്ടിയിരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 1.5 ദിവസം ആവുന്നു. ഇനിയും കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു ഇനിയും ഉണ്ട് കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ. എന്താ ഈ ബോറടിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല,
നല്ല രസമുണ്ട് എല്ലാം കണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിയല്ല, പേടിച്ചിട്ട് സീറ്റിലൊന്ന് ഉറച്ചിരിക്കാൻ വഴിയ. ഞാൻ ആരാണെന്ന് പറയും എന്നൊക്കെയായിരുന്നു എൻ്റെ പേടി. ദഗുപ്പാനിലെത്തിയോടുകൂടി എനിക്ക് അവളുടെ വീട്ടിൽ പോകണമെന്നില്ലായിരുന്നു. എനിക്കെങ്ങനെയെങ്കിലും തിരിച്ചെൻ്റെ വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു പിന്നെ. കാരണം പേടിയും ടെൻഷനും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഞാനങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയത് ആ ട്രൈക്കിളിനാണ്. വിചിത്രമായ ഒരു അനുഭവമായിരുന്നു ആ ട്രൈക്കിൾ. ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ലാത്തൊരു വാഹനം. ഒരു ബൈക്കിനെ ഇത്രയും മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഫിലിപ്പീൻസ് ആണെന്ന്. കാരണം ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു കാറിൽ കൂടുതൽ കൊള്ളുന്ന ആൾക്കാരെയും കൊള്ളിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതായിരിക്കും. എനിക്കിതൊരു വിചിത്രമായ വാഹനമാണെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന് ഇതൊരു ഉപജീവന മാർഗമാണ്. ഇതും പ്രതീക്ഷിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ കഴിയുന്നത്. അത്ര ചെറിയ കുഞ്ഞു ക്യാബിനൊന്നുമല്ല, വലിയ 2 ആൾക്കാർക്കും 2 കുട്ടികൾക്കും വേണമെങ്കിൽ ലഗേജും ഒക്കെ അതിൽ സുരക്ഷിതമായിട്ട് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് 2 ടയർ ഉള്ളതുകൊണ്ട് തന്നെ മറിയെന്നുള്ള പേടിയും വേണ്ട. രാത്രിയായിട്ടും നല്ല തിരക്ക് റോഡിലുണ്ടായിരുന്നു. എൻ്റെ ഇന്നത്തെ യാത്ര എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറിയിരിക്കുന്നു. എവിടെ എത്തിച്ചേരണമെന്നോ ഇനി എങ്ങോട്ട് പോകണമെന്നോ അറിയാത്ത ത്രില്ലടിക്കുന്ന ജീവിതത്തിലെ ആദ്യത്തെ യാത്ര. എന്ത് മുഖം വെച്ച് ഞാൻ അവളുടെ വീട്ടിൽ കയറി ചെല്ലും, അവരെന്നെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചമ്മലായിരുന്നു ഞാൻ അപ്പോഴും. ഒരു വളവ് തിരിഞ്ഞ് എന്നോട് അവർ പറഞ്ഞു, ദാ വീടെത്തിയിരിക്കുന്നു. പേടിച്ച് ഭയന്ന് വിറച്ച് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടു കൂടി എന്നെ വരവേൽക്കുന്ന ഒരു കുടുംബം, ഒരു മലയാളിയും കാത്ത് ഫിലിപ്പീൻസിലെ ഒരു കുടുംബം എനിക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ഒരുക്കി എന്നെയും വെച്ച് കാത്തിരിക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ മിർനയുടെ സ്വഭാവത്തിനെല്ലാം മാറ്റം വന്നു. അവൾ വളരെ സന്തോഷപൂർവ്വം എന്നോട് പെരുമാറി. ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ട ആളെയല്ല വീട്ടിലെത്തിയപ്പോൾ. പണ്ടെങ്ങാനും നാട് വിട്ടുപോയ അവരുടെ ഉണ്ണി തിരിച്ചു വന്ന സന്തോഷമായിരുന്നു അവർക്ക്. പിറ്റേന്ന് രാവിലെ എന്നെ കാണാൻ കുറേ അയൽവാസികളെല്ലാം വന്നു. അവരുടെ കണ്ണിൽ ഞാനൊരു വിദേശിയാണ്. അവർക്ക് ഇന്ത്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആകെ അറിയാവുന്നത് മുംബൈ മാത്രമാണ്. അങ്ങനെ അവരെന്നെ മുംബൈ എന്ന് വിളിച്ചു. പിന്നീട് മിർനയുടെ ഫാമിലിയുമൊത്ത് ഞങ്ങൾ ബീച്ചിലും റെസ്റ്റോറൻറ്റും ഒക്കെ കറങ്ങാൻ പോയി. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ദിവസം വന്നു. എൻ്റെയും മിർനയുടെയും ബർത്ത്ഡേ ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് ആഘോഷിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. അടുത്ത ബർത്ത്ഡേക്ക് നിൻ്റെ കൂടെ ആഘോഷിക്കാൻ ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലിരുന്ന ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഫിലിപ്പീൻസിലെത്തി. പിന്നെ അവിടെ നിന്നും കാഴ്ചകൾ കാണാൻ വേണ്ടി മാർക്കറ്റിലേക്കും മറ്റും പോയി. ഇതാണ് ദഗുപ്പാനിലെ മാർക്കറ്റ്. നല്ല സജീവമായിട്ടുള്ളൊരു മാർക്കറ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടുന്ന ഒരു മാർക്കറ്റ്. അധികം സ്ത്രീകളാണ് ഈ മാർക്കറ്റ് നടത്തുന്നത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ അവരവരുടെ ജോലിയിൽ വളരെ തിരക്കിലുമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു മാർക്കറ്റ്. ഉണക്കമീൻ മസാല പുരട്ടി വെച്ചതും തക്കാളിയും പച്ചമുളകും കപ്പയും മീനും അങ്ങനെ ഫ്രൂട്ട്സും എന്ന് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ കിട്ടാമോ അതെല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ്. ഞാൻ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഉന്തുവണ്ടി കച്ചവടമൊക്കെ ഇവിടെയുണ്ട്. വൈകുന്നേരത്തിനുള്ള കച്ചവടത്തിനുള്ള തയ്യാറെടുപ്പിനാണ് ഓരോരുത്തരും. പിന്നെ ഇവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ഇവിടെ കച്ചവടം തൂക്കിയിട്ടല്ല, അതായത് ഇങ്ങനെയാണ് കൊടുക്കുക. ഒരു 4 തക്കാളി, 4 പച്ചമുളക്, 4 ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, അങ്ങനെ എല്ലാം 4 രീതിയിലാണ് കൊടുക്കുക. ഇതിനെല്ലാത്തിനും 10 പേസമാണ് വില. 10 പേസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 15 രൂപയോളം വരും. ഇവിടെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ പണക്കാരനാവാമെന്നാണ് എനിക്ക് തോന്നിയത്. പാളയത്തു നിന്ന് കിലോ കണക്കിന് സാധനം 10 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ കിട്ടുന്ന എനിക്ക് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. പല രീതിയിലുള്ള ആൾക്കാർ, അവർ സ്കൂൾ കഴിഞ്ഞ് പോകുന്നവരുണ്ടാവും, ജോലി കഴിഞ്ഞ് പോകുന്നവരുണ്ടാവും, കുട്ടികളൊത്ത് മാർക്കറ്റ് ഇറങ്ങിയ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഒരു ആംബിയൻസാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. വളരെ രസകരമായ കാഴ്ചകൾ. അവരുടെ റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണം കഴിക്കുന്നവർ, ക്ലീൻ ചെയ്യുന്നവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ശരിക്കുള്ള കാഴ്ച കാണണമെങ്കിൽ അവരുടെ മാർക്കറ്റിലേക്ക് ചെല്ലണം. അവരുടെ മാർക്കറ്റിലായിരിക്കും ജീവിതം എന്താണെന്നുള്ളതും
പുതിയ പുതിയ ആൾക്കാരും ജീവിതത്തിൻ്റെ കാഴ്ചകളൊക്കെ കൂടുതലുണ്ടാവുക അവിടെയായിരിക്കും. പല രീതിയിലുള്ള ഉണക്കമീനുകൾ. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ മാത്രമായിരിക്കും ഈ ഉണക്കമീനൊക്കെ കിട്ടുന്നതെന്ന്. ഏതെല്ലാം തരത്തിലുള്ള ഉണക്കമീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പല രീതിയിലുള്ള ഉണക്കമീനുകൾ ഇഷ്ടം പോലെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നീട് അവിടുന്ന് ഞങ്ങൾ പോയി വൈകുന്നേരം ആയപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു, വീട്ടിലേക്ക് പോയി. ഇവർ ഭക്ഷണമൊന്നും വീട്ടിലധികം ഉണ്ടാക്കാറില്ല. ഫിലിപ്പീനികൾ കൂടുതലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി അവർ വൈകുന്നേരങ്ങളിൽ കഴിക്കും. കാരണം എല്ലാ ആൾക്കാർക്കും ജോലി ഉള്ളതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുവാണ്. എന്നിട്ട് അത് എല്ലാവരും കൂടി ഇരുന്നൊരു മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വന്നു. അവരോരോരോ കളിയൊക്കെ തുടങ്ങി. കളിയൊക്കെ ഏകദേശമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തൊട്ടുകളിയും സാറ്റുകളിയും ഒക്കെ. ഇവരുടെ ഈ കളിയും തമാശയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വല്ല കല്യാണമോ അല്ലെങ്കിൽ വീട്ടുകൂട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ രാത്രി വന്ന് കളിക്കാനൊക്കെ പറ്റുക. അല്ലാതെ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ രാത്രി വന്ന് കളിക്കാനോ റോഡിലിറങ്ങാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യവും ഇന്നുമില്ല അന്നുമില്ല. ഇതൊന്നും നോക്കിയേ, ഇത് മിർണയുടെ ചേച്ചിയുടെ മോളുടെ കൂട്ടുകാരികളാണ്. അവളുടെ പേര് ഏഞ്ചൽ എന്നാണ്. അവൾ മാത്രമല്ല, അവളെപ്പോലെ തന്നെ ഒരുപാട് പേരും ഇതേപോലെ റോഡിലിറങ്ങി രാത്രി നടക്കാനും അവർക്ക് വേണ്ട സാധനം മേടിക്കാനും എല്ലാം പോകുന്നുണ്ട്. അവരെന്താ സാധനം മേടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു ഞാനും വരട്ടെ. അങ്ങനെ എന്നെ നാട് കാണിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുമോ? സ്വന്തം വീട്ടിൽ, സ്കൂൾ ബസ്സിൽ, സ്കൂളിൽ 3 വയസ്സുള്ളതും 4 വയസ്സുള്ളതും പെൺകുട്ടികളെല്ലാം പീഡിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോയ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇങ്ങനെയും ഓരോ നാട്ടിൽ നടക്കാം എന്നുള്ളത്. ഇവിടെ ഇവർ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുന്നു. നമ്മുടെ നാടൊക്കെ ഇനി എന്നായിരിക്കും ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ള ഒരു വലിയ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അവരുടെ നാട്ടിലെ എല്ലാ ഇടവഴിയിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചെറുതും വലുതുമായ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ വയസ്സായവർക്കോ ഇനി ആര് തന്നെ ആവട്ടെ, നല്ല രീതിയിൽ രാത്രിയിൽ നടന്ന് നീങ്ങാനുള്ള ഒരു വെളിച്ചമുണ്ടാവുക എന്നുള്ളത് ഞാൻ ഈ യാത്രയിൽ അവരുടെ ഇടവഴി കൂടെ നടന്നപ്പോൾ എനിക്ക് കണ്ടറിയാൻ സാധിച്ചു. എന്നെയും കൂട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്ത് അവർ കാത്തു നിൽക്കുകയും പിന്നെ ഓരോ വ്യക്തികളുടെ അടുത്തെത്തുമ്പോൾ അവരെ ഒന്ന് ഷൂട്ട് ചെയ്യരുതെന്നും പറഞ്ഞ് എന്നെ വിലക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഭാഗ്യവാന്മാർ. ഇത്ര കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വന്തം നാട്ടിൽ കൂടെ ഇത്രയും ഫ്രീഡത്തോടു കൂടി നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യവാന്മാർ തന്നെയാണ്. ഏതൊരിടവഴി ചെന്ന് കഴിഞ്ഞാലും ചെറിയ കുട്ടികളും പട്ടിക്കുട്ടികളും എല്ലാത്തിനെയും കാണാം. ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് വെറും വാക്കിൽ മാത്രമല്ല, ഇങ്ങനെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ നടന്നപ്പോൾ മനസ്സിലായി. കുട്ടികൾക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവർക്കെന്തോ വലിയ കളിപ്പാട്ടം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ കൂടെ ഉള്ളപ്പോൾ. വലിയ അഭിമാനത്തോടു കൂടി ഹീസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടുകാരോടും ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു. രാത്രി കുറേ ആയി ഞാൻ വീട്ടിൽ കയറിയിട്ടും എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും അവരുടെ കളിയും തമാശയൊന്നും നിർത്തിയിട്ടില്ല. അവരവരുടേതായ ലോകത്ത് ആടിയും പാടിയും രസിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ്.